പ്രിയമുള്ളവരെ, പുതിയ ഒരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. നമ്മളിന്ന് ഡ്രോൺ വീഡിയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കാഴ്ചയാണ് മാന്യപ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഡ്രോൺ വീഡിയോ അങ്ങനെ ചുറ്റിക്കറങ്ങാണ്. എങ്ങനെ കറങ്ങാണ്? നമ്മൾ കേരളത്തിന് കേരളം എന്ന് പേര് വീണതിൽ ഒരു പക്ഷേ കാരണക്കാരനായിരിക്കും കേരവൃക്ഷം നമ്മൾ തെങ്ങില്ലേ, നമുക്ക് തേങ്ങ കിട്ടുന്ന. അപ്പോൾ ആ കേരവൃക്ഷങ്ങൾ കൊണ്ടിങ്ങനെ ചമഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ഒരു സുന്ദരിയായിട്ട് നിലനിൽക്കുകയാണ് നമ്മുടെ കേരളം. ആ ഒരു സൗന്ദര്യം നിലനിർത്തുന്നതിൽ ഒരു കേരളത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ പച്ച പിടിച്ച അന്തരീക്ഷം തന്നെയാണ്. അതിൽ വലിയൊരു പങ്കുള്ള കൂടുതലും നമ്മൾ ധാരാളമായിട്ട് കേരളത്തിൽ കാണുന്ന ഒരു കൃഷിയാണ് കേരവൃക്ഷം. അപ്പോൾ ആ കേരവൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിന്റെ മധ്യത്തിലായിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്ന ആ സ്ഥാപനം പ്രവർത്തിച്ചു പോരുന്നു. അപ്പോൾ എന്താണ് സ്ഥാപനം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, തുടർന്നുള്ള കാഴ്ചയിലൂടെ കാണിക്കല്ലേ നല്ലത്. എന്തായാലും അത് പ്രേക്ഷകർക്ക് ഒത്തിരി ഉപകാരപ്രദമായിരിക്കുന്ന ഒരു സന്ദേശമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാണ്ടാവും. അപ്പോൾ നിങ്ങൾ വിദ്യ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാ സ്കൂളൊക്കെ ഒരുപാട് കുട്ടികളെ സ്വാധീനിക്കുന്ന പോലെയൊക്കെയുള്ള ഒത്തിരി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ കൂടുതൽ കാണിക്കുന്നതിനാ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ്. അതുപോലെ ചില ടീച്ചേഴ്സൊക്കെ ക്ലാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ക്ലാസ് വളരെ ഭംഗിയായിട്ട് അവർ അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾ കൂടുതലായിട്ട് ആ ടീച്ചേഴ്സിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ അതിലൂടെ അവർ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനൊക്കെ കാര്യമാകും. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ എന്ത് ചെയ്യണം, അലങ്കാരമായ ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രത്യേക തരം കാഴ്ചയുമായിട്ടാണ് കടന്നത്. അപ്പോൾ ഇനി കൂടുതലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ എന്ത് ചെയ്യാം, അങ്ങോട്ട് പങ്കുവെക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഡ്രോണിനെ അങ്ങോട്ട് ആകാശത്തേക്ക് പുറത്തല്ലേ പറയാ, അങ്ങനല്ലേ, ആകാശത്തേക്ക് പറത്തിയിട്ടുള്ള കാഴ്ചകളാണ് വേണ്ടി കാണാൻ പോണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഡ്രോണിനെ ഉയരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അതങ്ങനെ താഴോട്ട് ഇറങ്ങി വരികയാണ്. താഴോട്ട് ഇറങ്ങി വന്ന് ഈ ഒരു പ്രത്യേക സൗന്ദര്യം കണ്ടില്ല, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഹരിത ഭംഗിയാൽ അലങ്കൃതമാണ് നമ്മുടെ കൊച്ചു കേരളം. അപ്പൊ അതിന്റെ ഭംഗി, അപ്പൊ കേരവൃക്ഷം കണ്ടില്ല ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരിയായ വിവിധ ഫലവൃക്ഷത്തൈകളും ചെടികളും മറ്റും ഒക്കെ ആയിട്ട് വയലും നെൽവയലുകൾ കണ്ടിട്ടില്ലേ, അങ്ങനെയുള്ള നെൽവയലും പല പല രീതിയിലുള്ള കൃഷികൾ കേരളത്തിലുണ്ട്. അപ്പൊ അത്തരം കൃഷികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സപ്പോർട്ടിങ് ആകുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മാന്യപ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ താഴെ ഇറങ്ങിയതിന് ശേഷം ഈ ഒരു ഭംഗിയൊക്കെ കേരളത്തിൻ്റെ ഈ സൗന്ദര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട ശേഷം നമ്മളങ്ങോട്ട് ഇറങ്ങിയ ശേഷം ബാക്കിയുള്ള വിശദീകരണം നമുക്ക് നൽകാം. ഓക്കെ അല്ലേ? വെൽക്കം ടു ഗ്രീൻ അഗ്രോ ഫാം. നമ്മൾ എന്ത് ചെയ്തു, ആകാശത്തുനിന്ന്
താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ ഡ്രോൺ വീഡിയോയിലൂടെ ഉള്ള ആകാശത്തിലൂടെ ഡ്രോൺ പറപ്പിച്ചിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പൊ കണ്ടുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ താഴത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആകാശത്തുള്ള കാഴ്ചകൾ കാണുമ്പോൾ എന്താണ് അതിന്റെ വ്യക്തത പ്രേക്ഷകർക്ക് വരില്ല. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം, താഴെ ഇറങ്ങിയിട്ടുള്ള ഒരു വിശദീകരണം അല്പ സ്വല്പം കാഴ്ചകളൊക്കെ എന്ത് ചെയ്യണം, പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ പോവാണ്. അപ്പൊ അതാണ് നമ്മളെ ഒരു പരിപാടി. അപ്പൊ നമ്മൾ ആ കാഴ്ചയിലേക്കാണ് പോയല്ലേ. ആദ്യം ഇവിടെ ആദി എന്താ പരിപാടി? ഒരു സംഭവം കാണിച്ചുതരാം. ഇവിടെ ഒരു സംഭവം ഉണ്ട്. എന്താണ്? വലിയ മാങ്ങ കണ്ടിട്ടുണ്ടല്ലേ? അപ്പൊ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും നിങ്ങൾ കണ്ട കാഴ്ച പ്രേക്ഷകരെ കാണിക്കാം. ഞാൻ ക്യാമറ എടുക്കട്ടെട്ടാ. അപ്പൊ എവിടെയാണ് മാങ്ങ? അപ്പുറത്തുണ്ട്. എവിടെ അപ്പുറത്തോടെ? ഇത് വലുതായിക്കണല്ലേ, ഏകദേശം പൂക്കാനായില്ലേ? അപ്പൊ ഒരു ചെറിയ തേമല്ലത് ഇത് ബക്കറ്റിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. പെരുവരി എവിടെ ഇതിൽ കൂടെ വരുമ്പോ പൊന്തക്കാരന് പറയണ്ട, എവിടെ പൂത്ത് നിക്കണ ഓറഞ്ച്? അങ്ങനെ കാണല്ലോ നമുക്ക്. അതെ, എവിടെ ഓറഞ്ച്? ഇവിടെ ഓറഞ്ച് പൂത്തുക്കണത് ഓ കണ്ടില്ലേ? പാകമായ ഓറഞ്ച് അല്ലേ? അപ്പൊ ഇതൊക്കെ കുഞ്ഞൻ തേയില. അപ്പൊ നിങ്ങള് കാട് എന്ന് പറഞ്ഞതിന്റെ ഉള്ളില് ഓറഞ്ച് അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് അല്ലേ? ഇതുപോലെ അങ്ങനെ നിറഞ്ഞു നിൽക്കാണ് ഇവിടെ അല്ലേ? ഒരു കൊടുങ്കാട് പോലെ. ഇതൊക്കെ റംബുട്ടാനൊക്കെ ഉണ്ട്, ഓറഞ്ച് മാത്രമല്ല കേട്ടോ. ഇവിടെ ഈ റംബുട്ടാനും അവിടെ മാവും തൈകളുണ്ട്. അങ്ങനെ പല പല സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഇവിടെ എന്തൊക്കെ കുറെ കാര്യം, ഇവിടെ കുറച്ച് അലങ്കാര ചെടികൾ കാണുന്നുണ്ട് അല്ലേ? ഇതിന്റെ മിർച്ചി ഗോൾഡാ? നല്ല രസമുണ്ട്. ഇതിന്റെ ഗ്രീൻ ഉണ്ട്. ഇത് മിർച്ചി ഗോൾഡ് ആണ് അല്ലേ? അവിടെ മിർച്ചി ഗ്രീൻ. ഇപ്പുറത്തൊക്കെ ഇതെന്താ സംഭവം മനസ്സിലായി നിങ്ങക്ക്? നമ്മളെ നാട്ടിലുള്ള പോരല്ലേ ഇത്. എന്തൊരു ഭംഗിയാ അത് കാണാല്ലേ? ഇതിന്റെ പേരെന്താ അറിയില്ല. ആ മുള്ളിട്ട് തൊടണ്ട, തൊട്ട വീരറിയും. അടിപൊളി മാമ്പഴം. ആദ്യം ചെറുത്, പിന്നെ അതിനെക്കാട്ടി വലുത്, പിന്നെ ഇങ്ങനെ പോകും. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ പേര് കുളമ്പു മാംഗോനാണ്. ഇങ്ങോട്ട് വാ ഇവിടെ ഒന്ന് നോക്കാം. മാവിന്റെ ഒരു വൻ ശേഖരം തന്നെ ഗ്രീൻ ആഗ്രോ ഫാമിലുണ്ടല്ലേ? ഗ്രീൻ ആഗ്രോ ഫാമ് വന്നോക്കിയാല് കൊറേ കാണാം. അപ്പൊ അതാണ് നമ്മള് പറഞ്ഞില്ലേ, ആ ഡ്രോൺ വീഡിയോ ഇറങ്ങുമ്പോ നമ്മൾ പറഞ്ഞില്ലേ, ഈ നമ്മുടെ കേരളത്തിന്റെ ഈ സൗന്ദര്യം നിലനിർത്തുന്നതിൽ വലിയൊരു പങ്കുണ്ട്. എന്ത് കേരവൃക്ഷത്തിനും കഴുങ്ങുകളും മറ്റോ പല പല ഫലവൃക്ഷത്തൈകൾ അറിയില്ലേ? അങ്ങനെ ഫലവൃക്ഷത്തൈകളുടെ ഒരു സെക്ഷൻ അവിടെ കാണുന്നത്. ഈ സൈഡ് മൊത്തമായിട്ടും ഇതിന്റെ പേര് ഇന്റർ സീമൻ കല. എന്തൊക്കെ ഐറ്റം ഉണ്ട് കഴുങ്ങും തൈകള്? ഇന്റർ സീമൻ കല, കാസർഗോഡ്, മോഹിതനഗർ, പിന്നെ പല ഐറ്റം ഉണ്ട്. അപ്പൊ എന്തായാലും ഈ കഴുങ്ങിന്റെ പ്രത്യേകം മനസ്സിലായില്ലേ നിങ്ങക്ക്? കഴുങ്ങ വെറ്റില കൃഷി ഉണ്ടാവും, നമുക്ക് അടക്കൊക്കെ വേണ്ടി ഉപയോഗിക്കും. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഈ സൗന്ദര്യം നിലനിർത്തുന്നതിൽ പച്ച പിടിച്ച് നിൽക്കുന്നതിൽ തെങ്ങിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ് കേരളത്തിലെ കഴുങ്ങ്. അതുപോലെ തന്നെ കഴുങ്ങിലൂടെ പടർന്നു പോകുന്ന വെറ്റില കൃഷിയും ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെ. അപ്പൊ അതിന്റെ പല പല ഇനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ സൈക്കണ്, മറ്റത് കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇന്റർ സീമൻ ഗലേ, എന്തൊക്കെ പേരല്ലേ? ഇതെന്ത് സംഭവം? അബിയു. നമ്മളെ പേരൊക്കെ പഠിച്ചതിന്റെ എന്തൊരു ഭംഗിയാണ് ഇത് കാണാനേ. ഇവിടെ നമുക്കൊന്ന് കാണാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ നാട്ടിൽ ഇതിനെ നമ്മൾ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് കടലാസും പൂവ് എന്നൊക്കെ വിളിക്കും. ഇതിന് പല പല പേരുകൾ എന്തുണ്ടാവും, പല പല നാട്ടിലും പലതായിട്ടാണ് അറിയപ്പെടുക. അപ്പൊ എന്നാലും ഇതിന് ജനറലി ഒരു പേരുണ്ട്, അത് നമുക്ക് പറയാം. അപ്പൊ ഇതിനെ കുറിച്ച് പ്രേക്ഷകർക്ക് ആരെങ്കിലും അവരവരുടെ നാട്ടിൽ പറയുന്ന ആ പേരൊക്കെ ഒന്ന് പറഞ്ഞു തരാണെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കാലല്ലേ? ഓരോ നാട്ടിൽ ഓരോരോ രീതിയിലുള്ള ഓരോന്നിനെ അറിയപ്പെടുന്നത്. എവിടെ പൂവ്? വെള്ളം മഞ്ഞ റോസ്. റോസ്
ഏയ് വെള്ളം നിൽക്കുന്ന നോക്കാം. നല്ല രസണ്ട്. ഇവിടെ മഞ്ഞുണ്ട്, നല്ല രസണ്ട് കാണാനേ. പൂവുകള് കൊറേ ഉണ്ട്. ബോഗൺവില്ലാണോ? ബോഗൺവില്ല. ബോഗൺവില്ലാണേ. അതിന്റെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന പേരാണ് ബോഗൺവില്ല. മഞ്ഞുണ്ട്, കാപ്പുണ്ട്. മഞ്ഞയും പച്ചയും കൂടെ ഒക്കെ ചേർന്ന മാതിരി ഒരു പ്രത്യേക. മറ്റേ ഭാഗത്ത് പച്ചും. അങ്ങനെയാണേ. അങ്ങനെയാണ് സംഭവം അല്ലേ? ഇങ്ങോട്ടൊക്കെ വെറൈറ്റി പഴം ഇതുവരെ കണ്ടിട്ട് ഇതുവരെ കാണാത്ത പഴാണ്. അന്വേഷിക്കത് കൊറേ കൂട്ടുണ്ട്. അടിയില് പൂവിട്ടണൊക്കെ ഉണ്ട്. എന്താണ് ആദ്യം ഇരിക്കണത്? 4 kg മാംഗോ. 4 കിലോ ഉണ്ടാവും. 4 കിലോ ഉണ്ടാവും. 4 കിലോ ഉണ്ടാവും അല്ലേ? എത്ര വലുപ്പുണ്ടാവും. ാണ് അപ്പൊ അത് 4 കിലോ. എടാ 4 കിലോ അത് കഴിച്ചിട്ടുണ്ടടാ. കഴിക്കാൻ തുടങ്ങിയാണ്. കഴിക്കാൻ പൂവിട്ട് അങ്ങനെ പൂവിട്ട് കായ്ക്കാൻ തുടങ്ങി. ചെറിയ കണ്ണിമാങ്ങ ഉണ്ട് കേട്ടാ. ഇതെന്തായിരിക്കും നിങ്ങൾക്ക്? നെല്ലിക്കയാണ് തോന്നുന്നുണ്ട്. കായ്ച്ചിട്ടുണ്ട് അല്ലേ? പേരക്ക. പേരക്കയാണത് സ്പെഷ്യൽ. എന്താ അതിന്റെ പേര്? വെരിഗേറ്റഡ് ഗുഹ. അത് കണ്ടാട്ടാ. എന്തായാലും എന്ത് സംഭവം കായ്ച്ചിട്ടുണ്ട്. പേരക്ക വെറൈറ്റി ഐറ്റം പേരക്ക അവിടെ കായ്ച്ചിട്ടുണ്ട്. നമുക്ക് നിറച്ചുണ്ട് കേട്ടോ. ഇതിലൊക്കെ ഉണ്ട്. ഈ തേയിലൊക്കെ ഉണ്ട്. നോക്കിയേ, ഇവിടെ വന്ന് നോക്കി. പേരക്കാണ് അതങ്ങനത്തെ ഐറ്റം പേരക്കാണ് കേട്ടോ. ഞങ്ങളുടെ പോട്ടെ, മുന്നോട്ട് പോട്ടെ. ഇവിടെ ധാരാളം കാണാനുണ്ട്. ഇവിടെ നോക്ക, ഒരു തെങ്ങും തെയ്യൊക്കെ. സണ്ണങ്കി എന്നാണല്ലോ അതിന്റെ പേരിട്ടാ. സണ്ണങ്കി തെങ്ങ്. ഇത് കായ്ക്കോ? അപ്പൊ കായ്ക്കുന്നതാണ്. അത് ഭംഗിക്ക് മാത്രമല്ല കേട്ടോ, കാണാനും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നല്ല നാളികേരം കിട്ടിയപ്പോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലെ? ആദ്യേ മാമ്പായത്തിന്റെ പേര് ഇവിടുന്ന് ഗ്രീൻ ആഗ്രോ ഫാമിൽ പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ഒന്നും മതിയാവില്ല. അപ്പൊ മുന്നോട്ട് നടക്കും. അപ്പൊ ഈ ഒരു സൈഡിലായിട്ട് എന്താണ്? മാവിൻ തൈകൾ. ഇവിടെ കൊറേ ഉണ്ട്, പല ഐറ്റം മാന്തൈകള്. ഇവിടുന്ന് ഈ ഒരു ലോകം ഒന്നിച്ചെന്താണ്? മാവിൻ തൈകളുടെ മാവിന്റെ കൂട്ടാണ്. എന്തായാലും ഇതില് ഒരു വ്യത്യാസം. ഇതിന്റെ ഇല കുറച്ച് ചെറുതല്ലേ? അതാണ് ഇതിന്റെ പ്രത്യേകത ആയിട്ട് തോന്നിയത്. ഇതെന്താ സംഭവം? ഇതാ എന്ത് പ്ലാവാണിത് എന്നറിയോ? വിയറ്റ്നാം സീഡ്ലെസ് എന്ന പറയുന്ന പ്ലാവ് മരാണ് അല്ലേ? ആ പ്ലാവ് മരം എന്ന് പറയുമ്പോൾ അതിന്റെ തൈകളാണ്. ഇത് നമുക്ക് നമ്മുടെ പറമ്പിലെ കൊണ്ടായിട്ട് കൃഷി ചെയ്താല് നമുക്ക് നല്ല കിട്ടും. മനസ്സിലായല്ലേ? ഇവിടെ ഒക്കെ അങ്ങനത്തെ ഒരുപാട് തൈ കൊണ്ട് കിട്ടാം. ഈ ഒരു ഏരിയക്ക് വരുമ്പോ കംപ്ലീറ്റ് വിയറ്റ്നാമാണ്. ഇത് ഓറഞ്ച് അല്ല, ഇത് ബുഷ് ഓറഞ്ച്. മെയ്തി ഉണ്ടാവും കണ്ടില്ലേ? ബുഷ് ഓറഞ്ചിന്റെ നല്ല തൈകൾക്ക് 300 രൂപ വിലട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകം എന്താ അറിയോ? വില ഒന്നും കാര്യമാക്കണ്ട. വില വെച്ചാല് ഇതിൽ കാണിക്കുന്ന വില അല്ല. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് എന്തുണ്ടാവും? ഗണ്യമായ കുറവ് അവര് ചെയ്യുന്നുണ്ട് പർച്ചേസിനൊക്കെ അനുസരിച്ചിട്ട്. ബാരി ഓറഞ്ച് ആണ് 250 രൂപ. അങ്ങനെയാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിലിട്ടൊക്കെ വിദേശിയായിട്ടാ. അങ്ങനെ കൂടെ മനസ്സിലാക്കണം. വിയറ്റ്നാം എയർലിയാണ് അതിന്റെ തൈകളാണ് അല്ലേ? ഇങ്ങോട്ട് വരുമ്പോ അതിന്റെ കുറച്ച് വലുത് കാണാം. അങ്ങനെ ചെറുതും വലുതുമായിട്ടൊക്കെ ഉള്ള ഒരുപാട് സംഭവം. ഇതെന്താ സംഭവം എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഈ സംഭവം കടച്ചക്ക ഉണ്ടല്ലോ, കടച്ചക്കന്റെ മരാണെന്നാ തോന്നുന്നു ഇല്ലേ? ഞാൻ എഴുതിയുണ്ടോ നോക്കാം. കടപ്ലാവ്. നമ്മുടെ ചാമ്പൊക്കെ എങ്ങനത്തെ കളറിൽ കാണാം? റോസ് കളറും ചുവപ്പ് കളറൊക്കെ അല്ലേ കാണാം? അപ്പൊ ഇവിടെ വരുമ്പോ നമുക്ക് ഗ്രീൻ ചാമ്പ കാണാൻ പറ്റും. വെരിഗേറ്റഡ് മുസംബി ആണോ? ഇവിടെ കായ്ച്ചിക്കണടാ. പ്രേക്ഷകർ കാണട്ടെ. അതാ കണ്ടിട്ടില്ലേ? ഞാവൽപ്പായ ഉണ്ട്. ഞാവൽപ്പായം കണ്ടിട്ടില്ല നിങ്ങൾ? ഞാവൽപ്പായ ഇതില് വൈറ്റ് ഉണ്ടോ? ഇത് ബ്ലാക്ക് ആണ്. ഇത് വൈറ്റ് ഞാവലും ഇത് ബ്ലാക്ക് ഞാവലും ആണ്. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ തുടക്കത്തിൽ കണ്ട സംഭവം ഉണ്ടല്ലോ, ഏത്? നിങ്ങൾ എന്ത് ഇത് കണ്ടത്? മിർച്ചി ഗോൾഡ്, മിർച്ചി ഗ്രീന്. അതിന്റെ വലിയ മരാണ് ഈ കാണുന്നത്. മിർച്ചി ഗോൾഡ്. പിന്നെ ഇവിടെ വരുമ്പോ എന്താ ബാമ്പു. എന്താ? ബുദ്ധ ബാമ്പു. ബുദ്ധബാമ്പു പറഞ്ഞ മനസ്സിലാക്കി ശ്രീബുദ്ധനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ശ്രീബുദ്ധനെ ഇഷ്ടപ്പെട്ടു, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഐതിഹ്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഓറഞ്ച് കഴിച്ചു നോക്കുക.
ഇതെന്താണ് എന്ത് ഓറഞ്ചാണത്? മുസമ്പിയാടാ. അത് മാഞ്ഞു പോയതാണ്. ഇതാ കായ്ച്ചിക്കണ് കൊറേ ഇതാ നല്ല രസമുണ്ട് കാണാൻ. ഇതാ വലുത്. ഇവിടെ വലുത്. ഇതാ. ഓ കണ്ടു ഇതാ ഇനി തായോടെ. യെസ് യെസ് യെസ്. ഇതിന് തെങ്ങാണത്. എന്തിലാ വെച്ചത്? കവറില് ഗ്രോ ബാഗ്. ഒരു ഗ്രോ ബാഗിലാണ് ഇത് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇവിടെ നോക്കാം, മാവ് പൂവിട്ടിക്കണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നറിയോ? വീഡിയോ അതിന്റെ ചെയ്യാൻ പോവാ. അപ്പൊ നമുക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു. ഡ്രോൺ വീഡിയോയുടെ ആകാശത്തിലൂടെ താഴോട്ട് വന്നുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഈ ഒരു സൗന്ദര്യം നിലനിൽക്കുന്നതിന് ഒത്തിരി പങ്കുള്ള സംഭവങ്ങൾ ഇവിടെ കിട്ടും. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. അതായത് ഈ കേരളത്തിന്റെ ഈ ഹരിത ഭംഗി കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പച്ച പുതച്ചിങ്ങനെ എടുക്കുന്നുണ്ടല്ലോ, ഈ അവസ്ഥയിൽ നിൽക്കുന്നതിൽ എന്താ പറയാ, കേരവൃക്ഷത്തിന് പങ്കുണ്ട്, അതുപോലെ കഴുകുകൾക്ക് പങ്കുണ്ട്. അങ്ങനെ പല 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 വൃക്ഷത്തിൽ ഇപ്പം എന്താ പറയാ, ചക്ക, മാങ്ങ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പേരക്ക, അതൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ നമ്മളെ നാട്ടിലാണ്. ഇവിടെ വന്നുള്ള ഗുണം നമ്മുടെ നാട്ടിലത്തെ സംഭവങ്ങളും കിട്ടും. അതുപോലെ തന്നെ വിദേശത്ത് വന്ന വെറൈറ്റി ഐറ്റം പല പല തൈകളും നമുക്ക് ഇവിടുന്ന് ഫലവൃക്ഷതകളും കിട്ടും. ഫലവൃക്ഷതകൾ മാത്രമല്ല, നമ്മുടെ വീടിന് അലങ്കാരമാക്കുന്ന ഇപ്പൊ കഴുകുകളൊക്കെ നമ്മൾ കണ്ടില്ല, ഇപ്പൊ പുതിയ വെറൈറ്റി ഐറ്റം, അതൊക്കെ ഫാൻസി ഐറ്റം, അതൊക്കെ കാണാൻ ഭംഗിക്കുള്ള. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ അലങ്കരിക്കാൻ വേണ്ടി പൂക്കളും ചെടികളെ ഒരു സെക്ഷൻ കാണിച്ചു തന്നു. അപ്പോൾ ഒരു പക്ഷെ മലപ്പുറം ജില്ലയിൽ തന്നെ എത്രയും വലിയ എന്തുണ്ടാവില്ല, ഒരു ഫാം ഇത്രയേറെ സൗകര്യത്തോട് കൂടെയുള്ള ഇത്രയേറെ വിഭവങ്ങളുള്ള ഒരു ഫാം ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഇവർക്ക് ഒരു പ്രത്യേകം ഇവർ നേരിട്ട് ആന്ധ്രയിൽ നിന്നൊക്കെയാണ് ലോഡ് ഇറക്കൽ. ഇവിടെ സാധനം ഇറക്കുന്നുണ്ട്. നമ്മൾ ചുമ്മാ പറയില്ല, അതിന്റെ പ്രൂഫ് വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്ന് സാധനം ലോഡ് ഇറക്കുന്ന അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോ മാന്യപ്രേക്ഷകർ ഇഷ്ടമായ ഒരു ലൈക്ക് ഇരട്ടെ, അവർക്ക് ഇഷ്ടമായ മാത്രം ഒരു ലൈക്ക് ഇരട്ടെ അല്ലേ. അതുപോലെ തന്നെ കൂടുതൽ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ അറിയിക്കാൻ. അത് പ്ലസ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ അറിയിക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തൽക്കാലം വീഡിയോ എന്ത് ചെയ്യാം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.